ആൾ മരിച്ചാലും തിരക്കേടില്ല, ജനങ്ങൾ എത്ര ദുരിതം അനുഭവിച്ചാലും തിരക്കേടില്ല. ഇത് ഞങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് തീർക്കണം. ഇതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും വാശിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യണം. ആരാണ് ട്രാഫിക് നിയന്ത്രിക്കുന്നത്? പോലീസല്ലേ. അവിടെ സർവീസ് റോഡ്, 2 സർവീസ് റോഡിന് വേണ്ടി NHA പണം കൊടുത്തിട്ടുണ്ടായിരുന്നു 8 കോടി രൂപ. ആ സർവീസ് റോഡും മര്യാദയ്ക്ക് ചെയ്യാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ PWD വിഭാഗം തയ്യാറായിട്ടില്ല. അപ്പോൾ ഈ സംഭവത്തിൽ കണ്ണു തുറപ്പിക്കുന്ന സംഭവമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, 40-ലധികം പേരാണ് സർവീസ് റോഡിൽ പിടഞ്ഞു വീണ് മരിച്ചത്, ആക്സിഡൻറ്റിൽ പെട്ടിട്ട്, ഇതേ ഭാഗത്ത്. അപ്പോഴൊക്കെ ഞങ്ങൾ ഈ പാർലമെൻറ്റിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു, കേന്ദ്രമന്ത്രിയോട് പറഞ്ഞു, NHA ചെയർമാൻ. എന്നിട്ട് എന്താ ഇങ്ങനെ നിരുത്തരവാദപരമായിട്ട് കേന്ദ്ര സർക്കാർ പെരുമാറുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. ഞാനിപ്പോൾ ബഹുമാനപ്പെട്ട കേന്ദ്ര മന്ത്രി നിതിൻ ഗഡ്കരിയുമായിട്ട് സംസാരിച്ചു. ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ്. ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളത് വളരെ ഖേദപൂർവ്വം അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹം വളരെ ക്ഷമ ചോദിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കാര്യത്തിൽ വളരെ ഗൗരവതരമായിട്ട് ഉന്നതതല അന്വേഷണം നടത്തും. ആ അന്വേഷണം നടത്തി കുറ്റക്കാർക്ക് നടപടി സ്വീകരിക്കും. നാളെ ദേശീയപാത അതോറിറ്റിയുടെ ഉത്തരവാദപ്പെട്ട മെമ്പർ അവിടെ സന്ദർശിക്കും. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. ഇത് മുൻപ് സന്ദർശിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാനിവിടെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഞാൻ മന്ത്രിയോട് പറഞ്ഞു, ഇങ്ങനെ പതിവ് ഉറപ്പുകൾ കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. സത്യത്തിൽ ഇത് ആളുകളെ കൊല്ലുന്ന ഒരു സംവിധാനമായിട്ടിത് മാറുന്നത് ഏറ്റവും അപലപനീയമായ കാര്യമാണ്. ദേശീയപാത അതോറിറ്റി ചെയർമാനെ കാണണമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന് പരിയായതുകൊണ്ട് കാണാൻ പറ്റില്ല. അദ്ദേഹം വിളിച്ചിരുന്നു. അദ്ദേഹം ഒരു ടീമിനെ ഇപ്പോൾ അയക്കും. 2:30 മണിക്ക് അവരോട് സംസാരിക്കും. ഇതിനകത്ത് വളരെ വളരെ ഗൗരവതരമായിട്ട് ഈ പ്രശ്നത്തെ കണ്ടുകൊണ്ട്, ഇത് ഇവിടെ മാത്രമല്ലല്ലോ, കേരളത്തിൽ മറ്റു പല സ്ഥലത്തും ദേശീയപാത ഒരു സുരക്ഷയില്ല. സുരക്ഷാ കാര്യങ്ങൾ നോക്കണ്ട പോലീസോ സംസ്ഥാന സർക്കാരോ മിണ്ടായിരിക്കുകയാണ്. ആകെ പറയുന്നത് എന്താണ്, ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടെന്ന്. ഞാനിപ്പോൾ മന്ത്രിയോട് സംസാരിച്ചപ്പോൾ മന്ത്രിക്ക് ആ സംഭവത്തെക്കുറിച്ച് അറിയ പോലും ഇല്ലായിരുന്നു. ഗഡ്കരിയോട് ഞാൻ സംസാരിച്ചപ്പോൾ ഗഡ്കരി ഞാൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ സംഭവം അറിഞ്ഞത്. അപ്പോൾ ഇതിനകത്ത് സംസ്ഥാന ഗവൺമെൻറ് എടുക്കേണ്ട ഉത്തരവാദിത്വം അവരെന്തുകൊണ്ട് എടുക്കുന്നില്ല? ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. എന്തായാലും മാത്രമല്ല, ആ കുടുംബം, ഞാൻ പള്ളിപ്പാടാണ്, അതും എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട ആളാണ് മരിച്ചിരിക്കുന്നത്, ഡ്രൈവർ, പാവപ്പെട്ടൊരു കുടുംബം. അവരുടെ ആ കുടുംബത്തിനുള്ള അത്താണിയാണ് ഇപ്പം തകർന്നു പോയിരിക്കുന്നത്. അവർക്ക് തക്കതായ നഷ്ടപരിഹാരം നൽകാൻ ദേശീയപാത അതോറിറ്റി തയ്യാറാകണം. സംസ്ഥാന ഗവൺമെൻറ്റും അക്കാര്യത്തിൽ നടപടിയെടുക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഇത് മുഖ്യമന്ത്രി ഇത് പെട്ടെന്ന് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം നവംബറിൽ ഉദ്ഘാടനം ചെയ്യും, ജനുവരിക്ക്. സോ ഇതൊരു ഇത്തരമുള്ളൊരു അതാണല്ലോ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആ റോഡിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല. ആ റോഡിലൂടെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് ഇപ്പോൾ സത്യത്തിൽ വലിയ സാഹസികതയാണ്. കാരണം കംപ്ലീറ്റ് സർവീസ് റോഡെന്ന് പറഞ്ഞത് ഇല്ല, വെർച്വലായിട്ടില്ല. പല പ്രാവശ്യം നമ്മൾ പോയിട്ട് ആ സമയത്ത് കുറച്ച് നന്നാക്കും അവർ. നമ്മളെപ്പോഴും ചൂണ്ടിക്കാണിക്കും, നന്നാക്കും, പക്ഷേ വീണ്ടും തദൈവ. ഒരു പ്യുവറായിട്ടുള്ള സർവീസ് റോഡ് ഇല്ലാതെ എങ്ങനെ ഈ കൺസ്ട്രക്ഷൻ നടക്കും? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 10 കിലോമീറ്റർ ഉയരപ്പാതയാണ്. 10 കിലോമീറ്റർ നടക്കുന്ന ഉയരപ്പാതയിൽ ഈ ഗേഡുകാരൊക്കെ ഏറ്റവും വലിയ ഭാരമുള്ള ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണ്ടേ? അത് ഉറപ്പുവരുത്തുന്നില്ല. അപ്പോൾ ഇതിനകത്ത് സർവീസ് റോഡ് മെച്ചപ്പെടുത്തി നന്നാക്കി എടുത്തിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞവർ അതൊന്നും ബാധകമാക്കുന്നില്ല. അപ്പോൾ അവരുടെ മുന്നിൽ ടാർഗറ്റ് മാത്രമാണുള്ളത്. എങ്ങനെ ഞങ്ങൾ ഇത് തീർക്കണം? അപ്പോൾ സുരക്ഷ പ്രശ്നമല്ല, തകർന്നു വീണ പ്രശ്നം. അതാണല്ലോ നമ്മുടെ മലപ്പുറത്തും ഉണ്ടായ സംഭവം. അപ്പോൾ ഇത് കരാറുകാർക്ക് കൊള്ളയടിക്കാനും ജനങ്ങളുടെ സുരക്ഷ നോക്കാതെ മുന്നോട്ട് പോകാനുള്ള അവസ്ഥയായിട്ട് ഇത് മാറരുത് എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. അതാണ് ഞങ്ങൾക്ക് ശക്തമായിട്ടുള്ള അമർഷമുള്ളത്. കേന്ദ്രമന്ത്രിയെ നേരിട്ട് അറിയിച്ചു. അല്ല, അതിൻ്റെ ഡൈവേഴ്ഷൻ 2 റോഡുണ്ട്. അരൂക്കുറ്റി വഴി പോകുന്ന റോഡ്. ഇപ്പം അരൂക്കുറ്റി വഴി റോഡാണ് നമ്മൾ ഒരു ഭാഗത്ത് ഉപയോഗിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് ഈ നമ്മുടെ തീരപ്രദേശം വഴിയുള്ള റോഡുണ്ട്. മനസ്സിലായില്ലേ? എരമല്ലൂർ തിരിച്ചിട്ട് അതുപോലെ അങ്ങോട്ട് നമ്മുടെ എഴുമന്ന വഴി പോകുന്ന റോഡുണ്ട്. ഈ 2 റോഡുകൾ നന്നാക്കാൻ ഞാൻ ഇടപെട്ടിട്ട് 8 കോടി രൂപ ദേശീയപാത അതോറിറ്റി സംസ്ഥാന സർക്കാരിന് കൊടുത്തു. അത് ഒരു വർഷം മുമ്പ് തീരുമാനിച്ചതാണ്. അതിന് സാങ്കേതികത്വമൊക്കെ പറഞ്ഞ് അവസാനം കഴിഞ്ഞ 1 മാസം മുമ്പാണ് അത് ഇതുവരെ സർവീസ് റോഡ് നന്നായില്ല. ആ സർവീസ് റോഡ് നന്നാക്കിയ ട്രാഫിക് റീറൂട്ട് ചെയ്യാൻ കംപ്ലീറ്റ്. പക്ഷേ ഇപ്പം അതല്ലല്ലോ. പക്ഷേ ഇത് 3 മണിക്ക് ട്രാഫിക്കൊന്നും ഇല്ലല്ലോ, പുലർച്ചെ 3 മണിക്ക്. അതുകൊണ്ടുകൊണ്ട് റീറൂട്ട് ചെയ്തില്ല. ഇത്രയും വലിയ ജോലി നടക്കുമ്പോൾ അത് പോലീസിൻ്റെ ഉത്തരവാദിത്വമല്ലേ? ക്ലിയറായിട്ടുള്ള ഉത്തരവാദിത്തമല്ലേ? അവരുടെ ഫെയിലിയർ അല്ലേ? അപ്പോൾ ഇത് സത്യത്തിൽ സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട് മാത്രം പൊലിഞ്ഞ ജീവനാണ് ആ ജീവൻ.